ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ടുകളുടെ സിനിമാ ജീവിതം, ഹാസ്യം, തീക്ഷ്ണം, സാർത്ഥകമായ സംഭാവനകളുടെ ബാഹുല്യം എത്രയാണെന്നൊരു പക്ഷേ സലീം കുമാറിന്റെ മരണശേഷമാവണം നമ്മൾ അത്രയും ആഴത്തിൽ ഓർത്തിട്ടുണ്ടാവുക. 100% ഞാൻ യോജിക്കുന്നു. അത്രയും സ്വാധീനത്തിൽ ദൈനംദിന വാർത്താദിനത്തിലൊക്കെ ആ സംഭാഷണങ്ങൾ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ട നടന്റെ വേർപാട് കേരളത്തിന് അത്രയും വേദനയുമാണ്. നമുക്ക് അത്രയും സങ്കടമാണെങ്കിൽ ചന്തുവിനും ആരോമലിനും ലാഫിംഗ് വില്ലയിൽ നഷ്ടമായത് പകരം വെക്കാനാവാത്തൊരു അഭിനേതാവിനെ അല്ല, അക്കാലം അത്രയും താങ്ങായൊരു തണൽമരം സ്വന്തം അച്ഛനാണ്. ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നു. ഭൗതികമായെങ്കിലും ആ പിതാവിന്റെ സാന്നിധ്യം ഭൂമിയിലുള്ള അവസാന നിമിഷങ്ങൾ രക്തബന്ധുക്കൾക്ക്, മക്കൾക്ക് അത്രയും പ്രഷ്യസാണ്. ചങ്കുപിടയ്ക്കുന്ന സമയമാണ്. ആ വിയോഗവേദനയിലേക്ക് അന്ത്യചുംബനം പോലും കൊടുക്കാൻ സമ്മതിക്കാതെ ഇടിച്ചു കയറിയ കുറച്ച് മനുഷ്യവിരുദ്ധ കൂട്ടത്തോട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന ചെറുപ്പക്കാരൻ പൊട്ടിത്തെറിച്ചെങ്കിൽ അത് ക്ഷമയുടെ നെല്ലിപ്പലകയും പൊട്ടി സഹനത്തിന്റെ പാതാളത്തിലേക്ക് വീണ അവസ്ഥയാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ആക്രമിച്ചേനെ. സന്ദർഭം നോക്കാതെ കൈനീട്ടി കൊടുത്തേനെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? മഹാനടൻ ശ്രീനിവാസന്റെ മരണത്തിൽ നേരിട്ട് കണ്ടതാണ്. ധ്യാന്റെ മുഖത്തേക്ക്, വരുന്ന നടിമാരുടെ മുഖത്തേക്ക് ഈയൽ പോലെ നിറയുന്ന ഈ മൊബൈൽ കൂട്ടത്തിന്റെ ആക്രാന്ത കണ്ണ്, അഴുക്കുവെള്ളത്തിലെ കൂത്താടി കണക്ക്, ഈ നുളയ്ക്കുന്ന പെരുക്ക് 1-2 ആണോ 100 കണക്കിനാണ്. ഏതെങ്കിലും പരിപാടിക്ക് നടിമാർ വണ്ടിയിൽ നിറങ്ങിയാൽ, വണ്ടിയിൽ നിന്ന് കയറിയാൽ എന്തിന് ഭക്തി മാത്രം നിറയേണ്ട ആ പൊങ്കാലയ്ക്ക് ഒരു സമാധാനം കൊടുക്കുവോ? സ്ത്രീകളുടെ നേർക്ക് പോവില്ലേ അവന്റെയൊക്കെ വൃത്തികെട്ട ലക്ഷ്യങ്ങളുടെ ഹൈ ആംഗിൾ ക്യാമറ. മുഖ്യധാരാ മാധ്യമങ്ങൾ പുണ്യാളന്മാർ എന്നാണ് പരിഹാസമെങ്കിൽ അവിടെ ഒരുത്തൻ മര്യാദയോട് കാണിച്ചാൽ തിരുത്താൻ, പരാതി കൊടുക്കാൻ അവിടെ ഒരു മേലധികാരിയുണ്ട്. അവിടെ പരിഹാരമില്ലെങ്കിൽ PIB ഉണ്ട്, ലൈസൻസിംഗിന് നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒറ്റക്കുഴി എന്ന താരതമ്യത്തിന് രാഷ്ട്രീയ ദുഷ്ടലക്ഷ്യം കൈവച്ചാൽ മതി. ആ വയനാട് പോലത്തെ ദുരന്തങ്ങൾ, മരണങ്ങൾ, ആഘോഷങ്ങൾ, ആളുകൂടുന്ന എവിടെയും എന്തും പിടിച്ചെടുത്ത് 4 കട വൃത്തികേടും പറഞ്ഞ മോണിറ്റേഷൻ കിടുതാപ്പിന്റെ അധ്വാനിക്കാതെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ ഈ തെമ്മാടിപ്പണി നിർത്തിക്കോ. സകലമാന മഞ്ഞക്കുയിലുകളും നിർത്താൻ പരിപാടി ഇല്ലെങ്കിൽ, പോലീസ് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, ഏത് കുയിലാണെങ്കിലും ഏത് മയിലാണെങ്കിലും ഓർത്തുവെച്ചോ, കാത്തിരുന്നോ ക്ഷമകെട്ടവന്റെ കരണത്തടി.